1374 ബെൽജിയത്തിലെ മിഡിൽബർഗ്. അവിടെ വിശ്വാസത്തിലും ഭക്തിയിലും ജീവിച്ചിരുന്ന കുലീനയും സമ്പന്നയുമായൊരു സ്ത്രീ. തൻ്റെ ഭവനത്തിലെ ജോലിക്കാരടക്കം എല്ലാവരും ആത്മീയതയിൽ ജീവിക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. 1374 നോയമ്പ് കാലത്ത് ജാൻ എന്നു പേരുള്ള ഒരു പുതിയ ജോലിക്കാരൻ അവരുടെ ഭവനത്തിലെത്തി. അയാൾ വർഷങ്ങളായി കുമ്പസാരിക്കാത്തവനും മോശം ജീവിതം നയിച്ചിരുന്നവനുമായിരുന്നു. കുടുംബത്തിലെ എല്ലാവരും ഈസ്റ്ററിന് മുന്നൊരുക്കമായി കുർബാനയിൽ സംബന്ധിക്കണമെന്ന് വീട്ടുടമയായ ആ സ്ത്രീ ആവശ്യപ്പെട്ടു. വീട്ടുടമയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കുർബാനയിൽ പങ്കെടുത്ത ജാൻ യാതൊരു ഒരുക്കവുമില്ലാതെ തിരുവോസ്തി നാവിൽ സ്വീകരിച്ചു. പെട്ടെന്ന് ആ തിരുവോസ്തി രക്തമൊലിക്കുന്ന മാംസക്കഷ്ണമായി മാറി. ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികൻ മാംസമായി തീർന്ന ആ തിരുവോസ്തി കാസയിൽ ശേഖരിച്ച് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. പശ്ചാത്താപ വിവശനായ ജാൻ നല്ല കുമ്പസാരം നടത്തി. അയാൾ തീക്ഷ്ണമായ ദാഹത്തോടെ മരണം വരെ കുർബാനയിൽ പങ്കെടുത്തു. തിരുവോസ്തി യഥാർത്ഥ മനുഷ്യമാംസം തന്നെയാണെന്ന് പരീക്ഷണങ്ങളെല്ലാം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മിഡിൽബർഗിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ മാംസമായി തീർന്ന തിരുവോസ്തിയുടെ ഒരു ഭാഗം യഥാർത്ഥ മാംസമായി തന്നെ ഇന്നും ആരാധിച്ചു വണങ്ങുന്നു. അവിശ്വാസിയുടെ നാവിൽ പോലും ദിവ്യകാരുണ്യ അത്ഭുതമായി മാറിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഏറ്റവും വലിയ ഒരുക്കത്തോടെ അനുദിനം ദിവ്യബലിയിൽ അങ്ങേ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.